ഞാൻ ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതുണ്ട്. ഞാൻ ഭഗവാന്റെ അടുത്ത് നിന്നാ തൊഴുന്നത്. ഈ ഒരു കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ശരിയാവുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ ഞാൻ ഭഗവാന്റെ അടുത്ത് നിൽക്കുകയാണ്. അയ്യപ്പന്റെ മുന്നിൽ ഇതിൽ കൂടുതൽ ഭാഗ്യം ജന്മത്തിൽ കിട്ടത്തില്ല. ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ ഒരു കൈയില്ലാത്ത മനുഷ്യൻ കേറുന്നുണ്ടോ? ഇത് കയറുന്നു. എത്ര പാടുപെട്ടാണ് അദ്ദേഹം വരച്ചെന്ന് നോക്കി. കുറെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇത്ര ഹൈറ്റിൽ നിന്ന് വരയ്ക്കുമ്പോഴേ അതിൻ്റെ ഈ ഒരു കൈ ഉള്ളതുകൊണ്ടേ, പിന്നെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായത് കൊണ്ട് മാത്രം. എത്ര ദിവസം കൊണ്ട് അത് വരച്ചേ? ഇത് ഒരു ദിവസം കൊണ്ട്. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ അയ്യപ്പ ചരിതം വരച്ചു തീർത്തല്ലേ. ഇത് എന്ത് മനോഹരമാണെന്ന് നോക്കി. രണ്ട് കൈയുള്ള നമുക്ക് പോലും ഇത്ര ചിത്രം വരയ്ക്കാൻ പറ്റത്തില്ല. വാക്കുകളില്ല സാറേ ഇത് പറയാൻ. ഞാൻ അന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ഈ ഇടത് കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടുവോ എന്നൊരു ചോദ്യം ചോദിച്ചത്. അന്ന് എന്നോട് പറഞ്ഞതാണ്. ഞാൻ കരഞ്ഞാണ് പറഞ്ഞത്. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. നട തുറന്ന് അയ്യപ്പ ഭഗവാനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം നട തുറന്ന് അതിനുള്ള ഭാഗ്യം ഉടനെ ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കണം എന്നെ. കരയണ്ട, പറഞ്ഞില്ലേ അതൊക്കെ ഓരോരോ ഇതാണ്. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ നിൽക്കണ ഞങ്ങളും ഈ പറഞ്ഞ പോലെ അടുത്ത സെക്കൻഡ് എന്താവുന്നു, അതൊക്കെ മനുഷ്യനായിട്ട് ജനിച്ചോ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം അനുഭവിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് പൊക്കോളാം, ഭഗവാനെ പ്രാർത്ഥിക്കുക. ശരിക്കും തീർച്ചയായിട്ടും എൻ്റെ ഫലം നല്ലത് തന്നെയാവും വന്നത്. മനുഷ്യേട്ടാ, കലിയുഗ വരദന്റെ കാനനവാസന്റെ തിരുമുമ്പിലാണ് ഈ നിൽക്കുന്നത്. വിശ്വസിക്കാനാവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സന്തോഷം കൊണ്ട് ദൈവമേ, എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? ഇതിൽ പരം ദൈവനിയോഗം എന്താണ് വേണ്ടത്? തീർച്ചയായിട്ടും. വലത് കൈ ഇല്ലാത്ത ഞാൻ ഇടത് കൈ കൊണ്ട് ചിത്രം വരച്ചാൽ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നോർത്ത് കരഞ്ഞ മനുഷ്യനാണ് ചേട്ടൻ. ആ ചേട്ടൻ ഇപ്പൊ എത്തി നിൽക്കുന്നത് സാക്ഷാൽ അയ്യപ്പന്റെ തിരുമുമ്പിൽ. ഇതൊക്കെയല്ലേ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ. ഇതിനപ്പുറം വേറെ എന്താണ് വേണ്ടത്? ശബരിമലയിൽ കൈ നിറയെ അയ്യപ്പന്റെ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം, ഒരു മനുഷ്യായുസിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് വലത് കൈ ഇല്ലാത്ത മണിച്ചേട്ടന്റെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മണിച്ചേട്ടന് വന്നെത്തിയിരിക്കുന്നത്. ആ നിയോഗമാണ് ചേട്ടന് ദൈവം തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. 3 ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. ഇനിയും ചിത്രങ്ങളുണ്ട് വരയ്ക്കാൻ. 2-3 മാസം എടുത്താലും ഇവിടുത്തെ ചിത്രപ്പണി തീരത്തില്ല. ചേട്ടാ, സന്തോഷമാണോ? ഒരുപാട് സന്തോഷം. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. വിശ്വസിക്കാനാവുന്നുണ്ടോ? ഒരിക്കലും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ എത്തിപ്പെടുമെന്ന് ഞാൻ അന്ന് ആ വാർത്തയിൽ പറയുന്നതാണ്. അനന്തവണ്ണനോട് ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഇടത് കൈ കൊണ്ട് ചിത്രം വരച്ച ഭഗവാൻ ഇഷ്ടപ്പെടുവോ എന്ന് തന്നെ ഞാൻ ചോദിച്ചായിരുന്നു. അത് ചിത്രം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പൊ നിൽക്കുന്നതേ, ഞാൻ ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതുണ്ട്. ഞാൻ ഭഗവാന്റെ അടുത്ത് നിന്നാ തൊഴുന്നത്. ഇതിൽ കൂടുതൽ അയ്യപ്പ ഭഗവാന്റെ അടുത്ത് ഈ തിരുസന്നിധിയിൽ വന്ന് എനിക്ക് അയ്യപ്പ ഭഗവാന്റെ അടുത്ത് വന്ന് അയ്യപ്പൻ ഭഗവാനെ തൊഴാനും, ഇനി വരയ്ക്കുന്ന ചിത്രങ്ങൾ അയ്യപ്പ ചരിതങ്ങളാണ് വരയ്ക്കുന്നത്, ഭഗവാന്റെ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. ഇത് എനിക്കൊന്നും വേണ്ട, ഇതിൽ കൂടുതൽ ഭാഗ്യം എനിക്ക് ഒന്നും വേണ്ട. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം, അത്ര സന്തോഷം. അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മണിച്ചേട്ടൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ നമുക്കൊന്ന് കാണാം. മണികണ്ഠ സ്വാമിയെ വനത്തിൽ നിന്നും കിട്ടുന്ന ആ മനോഹരമായ ചിത്രം പൂർത്തീകരിച്ചു കഴിഞ്ഞില്ലേ? എത്ര ദിവസം കൊണ്ട് അത് വരച്ചേ? ഇത് ഒരു ദിവസം. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ അയ്യപ്പ ചരിതം വരച്ചു തീർത്തല്ലേ. ഇത് ഒന്ന് മാത്രമല്ല, 2 ദിവസം ഉണ്ട്. അതിനപ്പുറത്ത് വേറൊന്നുണ്ട്. പന്തള രാജാവിന് മണികണ്ഠനെ കിട്ടി രാജ്ഞിയുടെ കൊണ്ട് കൊടുക്കുന്ന ചിത്രം വളരെ മനോഹരമായിട്ട് 2 ദിവസം കൊണ്ടാണ് ഈ ചിത്രം വരച്ചു തീർത്തത്. എങ്ങനെ നിന്ന് വരച്ചേട്ടാ അവിടെ? ഇത് ഇത്ര ഹൈറ്റ് ആണെങ്കിൽ പോലും ബാരിക്കേഡിന്റെ മുകളിൽ നിന്നാണ് ഈ 2 മനോഹരമായ ചിത്രങ്ങളും വരച്ചത്. എങ്ങനെ കയറും ഇതിനകത്ത്? അപ്പുറത്ത് ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതുവഴി ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ. ഒരു കൈയില്ലാത്ത മനുഷ്യൻ കേറുന്നുണ്ടോ? എത്ര പാടുപെട്ടാണ് അദ്ദേഹം വരച്ചെന്ന് നോക്കി. കുറെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇത്ര ഹൈറ്റിൽ നിന്ന് വരയ്ക്കുമ്പോഴേ അതിൻ്റെ ഈ ഒരു കൈ ഉള്ളതുകൊണ്ടേ, പിന്നെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായത് കൊണ്ട് മാത്രം. ഇത് സ്കെച്ച് ചെയ്യണം, പിന്നെ അതനുസരിച്ച് ഓരോ കളർ ചെയ്യണം. അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പൂർത്തീകരിച്ചു. എന്ത് മനോഹരമാണെന്ന് നോക്കി. 2 കൈയുള്ള നമുക്ക് പോലും ഇത്ര ചിത്രം വരയ്ക്കാൻ പറ്റത്തില്ല. ഒന്നാലോചിക്കുക, ഒരു കൈയില്ലാത്ത ഈ മനുഷ്യൻ എന്ത് ഭംഗിയായിട്ടാണ്, അതും ജീവൻ തുടിക്കുന്ന. രാവിലെ 6 മണിക്ക് തുടങ്ങും, വൈകിട്ടൊരു 7-8 മണി വരെ വരയ്ക്കും. അപ്പോഴത്തേനും ഒരു ചിത്രം പൂർത്തിയാവും അല്ലേ? സമ്മതിച്ചിരിക്കുന്ന ചേട്ടാ. ഞാൻ ഇറങ്ങാം വീട്ടിലെ. ഞാൻ തന്നെ ഇറങ്ങണ? അല്ല, എനിക്കല്ലാതെ ഇറങ്ങാൻ വാശി കൊണ്ടാണ്. ഞാൻ ഇത് ശീലിച്ചതാ. ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ഇറങ്ങുക, പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് നല്ല വീടല്ലേ സൂക്ഷിച്ചാണ്. ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇത് മാളികപ്പുറം പന്തളം കൊട്ടാരത്തിൽ രാജാവ് വന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ മനോഹരമായ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ഇപ്പം ഭക്തന്മാരൊക്കെ വന്നിന് നോക്കി നിൽക്കുമല്ലോ. ഇനിയിപ്പം പടം വരയ്ക്കാൻ സമയം കിട്ടത്തില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്ത് വേണം? ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചില്ല. ഇത്രയും വലിയ പടം ഇനി വരയ്ക്കാനുണ്ട് അന്നദാന മണ്ഡപത്തിൽ കേട്ടോ. അയ്യപ്പൻ പുലിപ്പുറത്ത് വരുന്ന ചിത്രമാണ് ഇനി ഇവിടെ വരയ്ക്കാനുള്ളത് കേട്ടോ. പിന്നെ ഈ ഭിത്തിയിലെല്ലാം ചിത്രങ്ങൾ വരയ്ക്കണം. അവിടെ 1, 2,
3, 4, 5, 6, 7, 8, 9, 10 ചിത്രമുണ്ട്. ആ. ഇതേപോലത്തെ ഒരു സ്പേസ് തന്നെ അപ്പുറത്തും ഉണ്ട്. ഉണ്ടല്ലേ? അവിടെ ഭഗവാന്റെ രൂപം. ഇത് പുലിപ്പുറത്ത്. ചുരുക്കം പറഞ്ഞ ഒരു 5 മാസം കൊണ്ട് വരച്ചാൽ തീരും. അപ്പൊ അടുത്ത മണ്ഡലകാലത്ത് വരുന്ന ഭക്തർക്ക് ഇതൊക്കെ മനോഹരമായിട്ട് കാണാൻ പറ്റും. അതിനുവേണ്ടി അടുത്ത മണ്ഡലകാലത്ത് വരുന്ന ഭക്തർക്ക് ഈ ചിത്രങ്ങളൊക്കെ മനോഹരമായിട്ട് കാണാൻ കഴിയും. എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞിട്ട്. എന്തായാലും നമ്മൾ ഇവിടം വരെ എത്താൻ നമുക്ക് പറ്റിയല്ലോ. അയ്യപ്പന്റെ തിരുസന്നിധി എത്താൻ പറ്റി. അടുത്ത ചിത്രം ഏതാ? അടുത്ത ഇനി വരച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇങ്ങനെ കയറുന്നു, ഇവിടെ ചവിട്ടി ഇങ്ങനെ കയറും. കയറി ആ കയ്യിൽ ബലം കൊടുക്കാറുണ്ടോ? ഈ കൈ കൊണ്ട് ബലം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബലം കൊടുത്താൽ കയറും, ഒരു താങ്ങായിട്ട്. പിന്നെ ഇങ്ങനെ കയറി ഇടുന്നു. ഭഗവാന്റെ മുന്നിൽ നിന്നാണ് തൊഴുന്നത്. ഈ ഒരു കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ശരിയാവുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ ഞാൻ ഭഗവാന്റെ അടുത്ത് നിൽക്കുകയാണ്, അയ്യപ്പന്റെ മുന്നിൽ. ഇതിൽ കൂടുതൽ ഭാഗ്യം ജന്മത്തിൽ കിട്ടത്തില്ല. അയ്യപ്പന്റെ പടങ്ങൾ തന്നെയാണ്, ചിത്രങ്ങളാണ് വരയ്ക്കാൻ എനിക്ക് ഭാഗ്യവും കിട്ടിയിരിക്കുന്നത്. അത്രയ്ക്ക് സന്തോഷമാണ്. അതുപോലെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ഈ കാലൊക്കെ വയ്യാതെ അവസ്ഥയൊക്കെ ഉണ്ട്. പമ്പയിൽ വന്നിട്ട് ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വരെയും ചിന്തിച്ചപ്പോൾ ഭഗവാൻ എന്നെ ഇവിടെ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ അത് ചെയ്തു. ഇതിനെല്ലാം കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഇപ്പം മനസ്സിലായോ ദൈവത്തിന് ഇടത് കൈയെന്നോ വലത് കൈയെന്നോ ഒന്നുമില്ലെന്ന്? ഇല്ല, ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ് വന്ന് നിൽക്കുന്നത്. മാനന്തോണന്റെ വാക്ക് അത് പൊന്നാണ്. ആ വാക്ക് ഇവിടെ വന്ന് സാറുമാർ, ഇവിടുത്തെ പ്രസിഡന്റ് സാറും ഒക്കെ എന്നോട് പറഞ്ഞു, ഇനി കരയാനുള്ളതല്ല, ഇനി സന്തോഷിക്കണം. സന്തോഷിച്ച് ദൈവങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കേണ്ട ആളാണെന്ന് പറയപ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. ഇത് മാത്രമല്ല, ഇനിയിപ്പം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ 2-3 ചിത്രം വരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ അപ്പുറത്തുള്ള പടിഞ്ഞാറ്റിങ്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ചിത്രം വരയ്ക്കാൻ, അവിടെ 36 ചിത്രം വരയ്ക്കാനാണ് അവിടുത്തെ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് വിനായക സജിത് കുമാർ ഏട്ടൻ നമ്മുടെ മനുച്ചേട്ടനോട് പറഞ്ഞിരിക്കുന്നത്. ആ വിനായക ഐത്തേട്ടൻ പറഞ്ഞത്, മനു എത്ര നാളെടുത്താലും ഇവിടെ ഫുള്ള് വരയ്ക്കണമെന്നാണ് ഐത്തേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ചിത്രം വരച്ചതിന് അവിടുത്തെ അജിത് വിനായക എന്ന് പറഞ്ഞ സാറിന് ഒരുപാട് നന്ദി അർപ്പിക്കണം. കാരണം ആ ചിത്രം വരച്ചതിന് എനിക്ക് നല്ലൊരു പാരിതോഷികം 25,000 രൂപ ചേട്ടൻ 25,000 രൂപ എനിക്ക് തന്നു. ആ സാറിന് എൻ്റെ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും.